ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡീൽ ചെയ്യാനായിട്ട് പോകുന്ന ടോപ്പിക്ക് മെത്തേഡ് ഓഫ് ടാക്യോമെട്രിയാണ്. മെത്തേഡ് ഓഫ് ടാക്യോമെട്രിയിൽ നമ്മൾ ഓൾറെഡി ഒരു ഇൻട്രൊഡക്ഷൻ തന്നിരുന്നു. ദ ടാക്യോമെട്രി ഇൻവോൾവ്സ് മെയിൻലി ടു മെത്തേഡ്സ്, റൈറ്റ്? വൺ ഇസ് ദ സ്റ്റേഡിയ മെത്തേഡ്, നമ്പർ 2 ഇസ് ടാൻജൻഷ്യൽ മെത്തേഡ്. സ്റ്റേഡിയ മെത്തേഡിൽ തന്നെ നമുക്ക് വരുന്ന രണ്ട് മെത്തേഡാണ് ദ ഫിക്സഡ് ഹെയർ മെത്തേഡ് ആൻഡ് ദ മൂവബിൾ ഹെയർ മെത്തേഡ്. സോ ഇന്നത്തെ ക്ലാസ്സിൽ സ്റ്റേഡിയ മെത്തേഡിൻ്റെ അണ്ടറിൽ വരുന്ന ഫിക്സഡ് ഹെയർ മെത്തേഡിൻ്റെ കുറച്ച് കേസസ് ആണ് നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഫിക്സഡ് ഹെയർ മെത്തേഡ്, ദിസ് മെത്തേഡ് ഇസ് വെരി കോമൺലി അഡോപ്റ്റഡ് ഫോർ ഫൈൻഡിങ് ദ ഡിസ്റ്റൻസ്. ബിക്കോസ് ഇതിൽ നമ്മുടെ സ്റ്റേഡിയ ഹെയർസ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ടെലസ്കോപ്പിലൂടെ സ്റ്റാഫിലോട്ട് സൈറ്റ് ചെയ്യുന്ന സമയത്ത് സ്റ്റാഫിൽ അപ്പർ ആൻഡ് ലോവർ സ്റ്റേഡിയാസ് ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന വാല്യൂസ് നോട്ട് ചെയ്യുകയും ആ സ്റ്റേഡിയ വാല്യൂ അല്ലെങ്കിൽ സ്റ്റാഫ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിലോട്ട് മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻസ് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്ത് കിട്ടുന്നത്, ഡിസ്റ്റൻസ് കാൽക്കുലേഷൻ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ അണ്ടറിൽ നമുക്ക് 3 കേസസ് ആണ് വരുന്നത്. കേസ് 1, വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഇസ് ഹൊറിസോണ്ടൽ ആൻഡ് സ്റ്റാഫ് ഇസ് ഹെൽഡ് വെർട്ടിക്കൽ എന്നുള്ള കണ്ടീഷൻ. നമ്പർ 2, വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഇസ് ഇൻക്ലൈൻഡ് ബട്ട് സ്റ്റാഫ് ഇസ് ഹെൽഡ് വെർട്ടിക്കൽ എന്നൊരു കണ്ടീഷനും. ആൻഡ് ദ കേസ് 3 ഈസ് ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ബട്ട് സ്റ്റാഫ് നോർമൽ ടു ഇറ്റ് എന്നുള്ളൊരു കണ്ടീഷനും. അങ്ങനെ 3 കേസസ് ആണ് ഇതിൻ്റെ അടിയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. കേസ് നമ്പർ 1, when the line of sight is horizontal and staff is held vertical. ഓക്കെ, അതായത് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് വെച്ചിട്ടുണ്ട്, അറ്റ് എ പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് D നമ്മുടെ സ്റ്റാഫ് ഇസ് ഹെൽഡ് വെർട്ടിക്കൽ. അതായത് നമ്മുടെ ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർലി ആണ് നമ്മുടെ സ്റ്റാഫ് നമ്മൾ പൊസിഷൻ ചെയ്തിരിക്കുന്നത്. ഓക്കെ, ദെൻ ഇവിടെ എന്താ ചെയ്യുന്നത്, ഇനീഷ്യലി നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ് T എന്ന് പറഞ്ഞ ഒരു പൊസിഷനിൽ ഫിക്സ് ചെയ്യുകയും ഇനീഷ്യൽ അഡ്ജസ്റ്റ്മെൻറ്റ്സ്, അതായത് സെൻറ്ററിങ് ലെവലിംഗ് പോലുള്ള അഡ്ജസ്റ്റ്മെൻറ്റ്സ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു കണ്ടീഷനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഫസ്റ്റ് എടുക്കേണ്ട റീഡിങ് ഇസ് ടുവേർഡ്സ് എ ബാക്ക് സൈറ്റ്, അല്ലേ? ബെഞ്ച് മാർക്കിലോട്ട് നമ്മൾ എന്ത് ചെയ്യും, ഒരു ബാക്ക് സൈറ്റ് എടുക്കുകയും ഓക്കെ, ദെൻ വി വിൽ ബി വ്യൂവിങ് ദ സ്റ്റാഫ്. ഇപ്പോൾ സ്റ്റാഫിലോട്ട് നോക്കുന്ന സമയത്ത് വിൽ ബി ഗെറ്റിംഗ് 2 റീഡിങ്സ്, അതല്ലേ? അപ്പർ ഹെയറിന് ഒരു റീഡിങ് കിട്ടും, അതേപോലെ തന്നെ ലോവർ ഹെയർ നോക്കുമ്പോൾ നമുക്കൊരു റീഡിങ് കിട്ടും. ലോവർ ഹെയർ റീഡിങ് അപ്പർ ഹെയർ റീഡിങ്ങും തമ്മിലുള്ള ഡിഫറൻസ് ആയിരിക്കും അവിടുത്തെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് അവർ S. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. Then by substituting the value of S on the equation D is equal to F by I into S plus F plus D ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമുക്ക് കിട്ടും, അല്ലേ? ഇതിൽ എന്താണ് F by I? നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. F by I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ്. നോർമലി നമ്മൾ എടുക്കുന്ന വാല്യൂ എത്രയാണ്, ഒരു അനലിറ്റിക്കൽ ലെൻസ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൾട്ടിപ്ലൈയിങ് കോൺസ്റ്റൻറ്റ് വാല്യൂ നമുക്ക് കിട്ടുന്നത് ഇറ്റ് ഈസ് ആസ് 100 ആൻഡ് അഡിറ്റീവ് കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നതാണ് F plus D എന്ന് പറഞ്ഞ വാല്യൂ. നമ്മൾ ജനറലി 0 ആയിട്ടാണ് നമ്മൾ ആ വാല്യൂ എടുക്കുന്നത്. ഓക്കെ, ബൈ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ഓൾ ദീസ് വാല്യൂ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസ്ട്രുമെൻറ്റ് പൊസിഷൻ ആൻഡ് ദ സ്റ്റാഫ്. ഓക്കെ, സോ വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ D വാല്യൂ. Again we need to know what is the reduced level of the staff station. അതായത് സ്റ്റാഫ് വെച്ചിരിക്കുന്ന പൊസിഷൻ്റെ റെഡ്യൂസ് ലെവൽ എത്രയാണ് എന്നുള്ളത് കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യണം. Reduced level of station will be equal to reduced level of instrumental axis minus staff reading on the central hair, that is axial hair reading. Okay, ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can find what is the reduced level of staff station. First, for that we need to calculate what is the height of instrument, അല്ലേ? height of instrument എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക? height of instrument will be equal to reduced level of benchmark plus back side ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can find what is the height of instrument, അല്ലേ? height of instrument കിട്ടും. അതിൽ നിന്നും സ്മോൾ h മൈനസ് ചെയ്യുക. സ്മോൾ h എന്ന് പറഞ്ഞാൽ എന്താണ്, സെൻട്രൽ ഹെയറിൻ്റെ റീഡിംഗ് ആണ് സ്മോൾ h എന്ന് പറയുന്നത്. സോ ഹൈറ്റ് ഓഫ് ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും സ്മോൾ h സെൻട്രൽ ഹെയറിലോട്ടുള്ള റീഡിംഗ് മൈനസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് വാട്ട് ഈസ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് സ്റ്റാഫ് സ്റ്റേഷൻ. ലെറ്റ്സ് സീ ദ കേസ് 2. കേസ് 2 വരുന്നത് വെൻ ദ ലൈൻ ഓഫ് സൈറ്റ് ഇസ് ഇൻക്ലൈൻഡ് ബട്ട് ദ സ്റ്റാഫ് ഇസ് ഹെൽഡ് വെർട്ടിക്കൽ. അതായത് നമുക്കറിയാം എപ്പോഴും ഒരു ലാൻഡ് എന്ന് പറയുന്നത് ഫ്ലാറ്റ് ആയിരിക്കണമെന്നില്ല, അണ്ടുലേഷൻസ് സംഭവിക്കാം, അല്ലേ? അണ്ടുലേഷൻസ് ഉണ്ടാവാം. അപ്പോൾ അങ്ങനെ വരുന്ന കേസിൽ നമ്മുടെ ഇൻസ്ട്രുമെൻറ്റും അതേപോലെ സ്റ്റാഫ് വെച്ചിരിക്കുന്ന പൊസിഷനും
പല എലിവേഷനിലായിരിക്കും, ഒന്നില്ലെങ്കിൽ ഡിപ്രഷനിലായിരിക്കാം അല്ലെങ്കിൽ എലിവേഷനിലായിരിക്കാം. അപ്പോൾ അങ്ങനെ വരുന്ന 2 കേസുകളാണ് നമുക്ക് കേസ് 2-ൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. അതായത് ദ മെഷേർഡ് ആംഗിൾ മേ ബി ആംഗിൾ ഓഫ് എലിവേഷൻ ഓർ ആംഗിൾ ഓഫ് ഡിപ്രഷൻ. അതായത് ഇപ്പം ഇൻസ്ട്രുമെൻ്റ് വെച്ചിരിക്കുന്ന പൊസിഷനിൽ നിന്നും സ്റ്റാഫ് വെച്ചിരിക്കുന്ന പൊസിഷൻ ഒരു പെർട്ടിക്കുലർ ഹൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് എലിവേഷൻ എന്ന് പറയുന്നു. മറിച്ച് ഇപ്പോൾ സ്റ്റാഫ് വെച്ചിരിക്കുന്ന പൊസിഷൻ കമ്പയറിങ് ടു ദ ഇൻസ്ട്രുമെൻറ്റ് സ്റ്റേഷൻ ഇറ്റ് ഈസ് ഓൺ ദ ഡിപ്രഷനിലാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന ആംഗിളിനെ നമ്മൾ ആംഗിൾ ഓഫ് ഡിപ്രഷൻ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആ 2 കേസസ് ആണ് നമുക്ക് ഇതിൻ്റെ അടിയിൽ വരുന്നത്. സോ ലെറ്റ് സി ദ ഫസ്റ്റ് വൺ, കൺസിഡറിങ് ആംഗിൾ ഓഫ് എലിവേഷൻ. ഓക്കെ, ഇതാണ് നമ്മുടെ ആദ്യത്തെ കേസ്, അതായത് ആംഗിൾ ഓഫ് എലിവേഷൻ വരുന്ന കണ്ടീഷൻ. ഓക്കെ, ഇവിടെ ഇൻസ്ട്രുമെൻ്റ് ടി എന്ന് പറഞ്ഞൊരു പൊസിഷനിലാണ് വെച്ചിരിക്കുന്നത് ആൻഡ് സ്റ്റാഫ് ഇസ് ഹെൽഡ് അറ്റ് എ പൊസിഷൻ പി. ഓക്കെ, കമ്പയറിങ് ടു ടി ആൻഡ് പി, പി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അറ്റ് എ പെർട്ടിക്കുലർ ഹൈറ്റ് അല്ലേ. അതുകൊണ്ട് തന്നെ സ്റ്റാഫിലോട്ട് നോക്കുന്ന സമയത്ത് ആംഗിൾ ഓഫ് എലിവേഷൻ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, അപ്പോൾ ടി എന്ന് പറഞ്ഞ പൊസിഷനാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്ന പൊസിഷൻ. ആൻഡ് T1 എന്ന് പറഞ്ഞ പോയിന്റിൽ കാണിച്ചിരിക്കുന്ന ആക്സിസ് ആണ് ലൈൻ ഓഫ് ആക്സിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റൽ ആക്സിസ് എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇനി ABC എന്ന് പറഞ്ഞ പൊസിഷനാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൽ നിന്നും നമ്മൾ ടെലസ്കോപ്പിലോട്ട് നോക്കുന്ന സമയത്ത് സ്റ്റാഫിൽ പോയിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിൻ്റ്, അല്ലെങ്കിൽ പൊസിഷൻ ഓഫ് സ്റ്റാഫ് കട്ട് ബൈ ഹെയർ എന്ന് നമ്മൾ പറയുന്നത്. ഓക്കെ, ഇതിൽ AC എന്ന് പറഞ്ഞതാണ് നമ്മുടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. ഇനി സ്മോൾ h എന്ന് പറയുന്നതാണ് നമ്മുടെ സെൻട്രൽ ഹെയർ റീഡിങ്, അതായത് ഗ്രൗണ്ടിൽ നിന്നും, അതായത് സ്റ്റാഫ് വെച്ചിരിക്കുന്ന പൊസിഷനിലെ ഗ്രൗണ്ടിൽ നിന്നും സെൻട്രൽ ഹെയർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് സ്മോൾ h കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളത്. വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ഇൻസ്ട്രുമെൻ്റൽ ആക്സിസ് ആൻഡ് ദ സെൻട്രൽ ഹെയർ. സെൻട്രൽ ഹെയറും ഇൻസ്ട്രുമെൻ്റൽ ആക്സിസും തമ്മിലുള്ള ഡിസ്റ്റൻസ്. Then capital D is the horizontal distance between instrument and the staff, and whereas L is the inclined distance between instrumental axis and B. Then we know that theta is the angle of elevation അല്ലേ. സെൻട്രൽ ഹെയറും നമ്മുടെ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ആക്സിസും കൂടെ ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. സോ ദാറ്റ് ഈസ് ദ ആംഗിൾ ഓഫ് എലിവേഷൻ. ഇനി ആൽഫ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is the angle made by the outer and inner rays with the central hair. സെൻട്രൽ ഹെയറുമായിട്ട് ഔട്ടർ ഹെയറുകൾ ഉണ്ടാക്കുന്ന ആംഗിളുകളെയാണ് ആൽഫ 1 ആൽഫ 2 എന്ന് റെപ്രസെൻറ്റ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ AC എന്ന സ്റ്റാഫിന് ഒരു θ° ഇൻക്ലിനേഷൻ ഉണ്ട്. ആക്ച്വലി ലൈൻ ഓഫ് സൈറ്റിന് പാരലലായിട്ടാണ് A'(C) എന്ന് നമ്മൾ വരച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ A'(C) is drawn perpendicular to the central ray, that is T1B. എന്നിട്ട് if you are writing the equation, that is L is equal to, we can write that is F/I into A'(C' plus F+D അല്ലേ. ഇതിൽ F/I and F+D are the constants. Then from this triangle we can calculate the horizontal distance capital D. That is എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റുക? ക്യാപിറ്റൽ D നമ്മളിവിടെ റിലേഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോസ് റിലേഷനാണ് എടുക്കുന്നത്. കോസ് തീറ്റ വിൽ ബി ഈക്വൽ ടു adjacent side divided by hypotenuse ആണ്. സോ കോസ് തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ D ഡിവൈഡഡ് ബൈ L. സോ അതിനെ റീഅറേഞ്ച് ചെയ്ത് എഴുതുന്ന സമയത്ത് D is equal to L cos theta എന്നുള്ളത് നമുക്ക് കിട്ടും. ആൻഡ് ഇഫ് യു ആർ സബ്സ്റ്റിറ്റ്യൂട്ടിംഗ് ദ വാല്യൂ ഓഫ് L on this equation, we get F/I into A'(C' cos theta plus F+D cos theta. Okay, now A'(C' എന്ന് പറയുന്നത് is expressed in terms of AC. ACയുടെ ടേമിൽ we have to represent. സോ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്ന ട്രയാങ്കിൾസ് ആണ് ABA' അതേപോലെ CBC'. ഓക്കെ, ഇവിടെ ആംഗിൾ ABA' ആൻഡ് ആംഗിൾ CBC' is equal to theta, and from that നമുക്ക് പറയാനായിട്ട് പറ്റും, സിൻസ് ദ ആംഗിൾ ആൽഫ ഈസ് വെരി സ്മോൾ, ഇവിടെ നമുക്ക് എടുക്കാനായിട്ട് പറ്റുന്നത് ആംഗിൾ A'(B) ആൻഡ് ആംഗിൾ BC' ക്യാൻ ബി ടേക്കൺ ആസ് 90°. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ AC' വിൽ ബി ഈക്വൽ ടു AC cos theta. ഇവിടെ AC എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റാഫ് വാല്യൂ ആണ്, S ആണ്. സോ വി ക്യാൻ റൈറ്റ് ഇറ്റ് ആസ് S cos theta എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റും.
Then from equation number 1 we can write d is equal to f by I into s cos theta into cos theta plus f plus d cos theta. So simplify ചെയ്യുന്ന സമയത്ത് we'll be getting f by I into s cos square theta plus f plus d cos theta. We can also write sin relation ആണ് നമ്മൾ ഇനീഷ്യലി എടുക്കുന്ന ട്രയാങ്കിളിൽ നിന്നും എടുക്കുന്നതെങ്കിൽ sin theta will be equal to v divided by L എന്നാണ് കിട്ടുന്നത്. So by rearranging we can find what is the v value, that is the vertical distance between instrumental axis and the central hair എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. By substituting the value v is equal to L sin theta, Lൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം, that is f by I into s cos theta plus f plus t into sin theta എന്നാണ് വരിക. So നമുക്ക് കിട്ടുന്ന ഫൈനൽ ഇക്വേഷൻ ഫോർ vertical distance is f by I into s sin 2 theta by 2 plus f plus d sin theta. Okay. And we have to calculate what is the reduced level of station P, that is which is equal to reduced level of axis of instrument plus v minus h ചെയ്യുകയാണെങ്കിൽ we can calculate what is the reduced level of staff station. അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ള കേസ് എന്ന് പറയുന്നത് ദ ആംഗിൾ ഓഫ് ഡിപ്രഷൻ വരുന്ന കേസാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ് നമ്മളിവിടെ ഇൻസ്ട്രുമെൻ്റ് എന്ന് പറയുന്നത് ഇസ് ഇൻ എ ഹയർ പൊസിഷൻ വെറാസ് സ്റ്റാഫ് ഇസ് ഹെൽഡ് ഹിയർ ഇറ്റ് ഇസ് ഇൻ എ ഡിപ്രഷൻ, റൈറ്റ്. അപ്പോൾ അവിടെ ഉണ്ടാവുന്ന ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ ഓഫ് ഡിപ്രഷൻ ആയിരിക്കും. ഓക്കെ. എൻഡ് അപ്പോൾ ഇവിടെ ടി എന്ന് പറഞ്ഞ ഒരു പൊസിഷനിലാണ് നമ്മുടെ ഇൻസ്ട്രുമെൻ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് പി എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നമ്മുടെ സ്റ്റാഫ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്, അല്ലേ. ഇനി സെൻട്രൽ ഹെയറുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇൻസ്ട്രുമെൻറ്റ് ആൻഡ് ദ സ്റ്റാഫ് ഇസ് ക്യാപിറ്റൽ ഡി. അതേപോലെ തന്നെ വി എന്ന് പറഞ്ഞാൽ എന്താണ്, ഫ്രം ദ ഇൻസ്ട്രുമെൻ്റൽ ആക്സസ് ടു ദ സെൻട്രൽ ഹെയർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് വി എന്ന് പറയുന്നത്. സോ ഇത് രണ്ടുമാണ് വി ഹാവ് ടു കാൽക്കുലേറ്റ്. സോ ലൈക്ക് ദ പ്രീവിയസ് ഇക്വേഷൻ സെയിം തന്നെയാണ് ഇവിടെയും വരുന്നത്. ക്യാപിറ്റൽ ഡി, ദാറ്റ് ഇസ് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എഫ് ബൈ ഐ ഇൻറ്റു എസ് കോസ് സ്ക്വയർ തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റയാണ് ഡിസ്റ്റൻസിൻ്റെ ഫോർമുല. അതേപോലെ വെർട്ടിക്കൽ ഡിസ്റ്റൻസ് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ഫോർമുല വി ഈസ് ഈക്വൽ ടു എഫ് ബൈ ഐ ഇൻറ്റു എസ് സൈൻ 2 തീറ്റ ബൈ 2 പ്ലസ് എഫ് പ്ലസ് ഡി സൈൻ തീറ്റ. ഡിസ്റ്റൻസിൻ്റെയും വെർട്ടിക്കൽ ഡിസ്റ്റൻസിൻ്റെയും ഫോർമുല സെയിം തന്നെയാണ്, പക്ഷേ റെഡ്യൂസ് ലെവൽ മാത്രമാണ് ഈ ഒരു കേസിൽ ഡിഫറെൻ്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ ഫൈൻഡ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് സ്റ്റാഫ് സ്റ്റേഷൻ പി ഇസ് ഈക്വൽ ടു എന്താണ്, റെഡ്യൂസ് ലെവൽ ഓഫ് ആക്സസ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മൈനസ് വി മൈനസ് എച്ച് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഇസ് ദ റെഡ്യൂസ് ലെവൽ ഓഫ് സ്റ്റാഫ് സ്റ്റേഷൻ പി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ദ തേർഡ് കേസാണ്. ഹിയർ ദ ലൈൻ ഓഫ് സൈറ്റ് ഇസ് ഇൻക്ലൈൻഡ്. ഇവിടെ ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് തന്നെയാണ്, പക്ഷേ സ്റ്റാഫിൻ്റെ പൊസിഷനിൽ ചെറിയൊരു ചേഞ്ച് ഉണ്ട്. സ്റ്റാഫ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റിന് നോർമലായിട്ടാണ് വച്ചിരിക്കുന്നത്. ഓക്കെ, ഇത്രയും നേരം അതായത് പ്രീവിയസ് കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഹെൽഡ് വെർട്ടിക്കലി ആയിരുന്നു. ഇവിടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഇസ് ഹെൽഡ് ഇൻക്ലൈൻഡ് അല്ലെങ്കിൽ ലൈൻ ഓഫ് സൈറ്റിന് നോർമലായിട്ടാണ് വച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കേസ് അതിൽ വരുന്നത് ആംഗിൾ ഓഫ് എലിവേഷൻ്റെ കേസാണ്, ദാറ്റ് ഈസ് പോസിറ്റീവ് കേസ്. അപ്പോൾ ഇവിടെ നമ്മൾ ഇൻസ്ട്രുമെൻ്റ് ടി എന്ന് പറഞ്ഞ പൊസിഷനിൽ ഫിക്സ് ചെയ്തിട്ടുണ്ട്. അതേപോലെ പി എന്ന് പറഞ്ഞ പൊസിഷനിലാണ് നമ്മുടെ സ്റ്റാഫ് വെച്ചിരിക്കുന്നത്. ലൈൻ ഓഫ് സൈറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടാണ് സ്റ്റാഫ് ഹെൽഡ് ചെയ്തിരിക്കുന്നത്. എ സി എന്ന് പറയുന്നതാണ് നമ്മുടെ സ്റ്റാഫ് ഇൻ്റർസെപ്റ്റ്. അതേപോലെ തീറ്റ എന്ന് പറഞ്ഞത് എന്താണ്, ആംഗിൾ ഓഫ് എലിവേഷൻ, അതായത് ലൈൻ ഓഫ് ആക്സിസിൽ നിന്നും സെൻട്രൽ റേയിലോട്ടുള്ള ആംഗിളാണ് തീറ്റ എന്ന് പറയുന്നത്. നമ്മളിവിടെ ഒബ്സർവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും വി ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് എ ക്യാപിറ്റൽ ഡി, അല്ലെ. ക്യാപിറ്റൽ ഡി എന്നുള്ള ഡിസ്റ്റൻസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ വി നീഡ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ ടോട്ടൽ ഡി, അല്ലേ. ടോട്ടൽ ഡി എന്ന് പറയുന്നത് നമുക്ക് നേരത്തെ പോലെ ഒരു സിംഗിൾ ട്രയാങ്കിൾ യൂസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. സോ വി ഹാവ് ടു അറൈവ് സം ഇക്വേഷൻസ്. അപ്പോൾ ഇനീഷ്യലി വി ഹാവ് ടു കാൽക്കുലേറ്റ് വാട്ട് ഈസ് എ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് സെൻട്രൽ ഹെയർ. ഇപ്പോൾ സെൻട്രൽ ഹെയറിൻ്റെ വെർട്ടിക്കൽ ഹൈറ്റ് എത്രയാണ് എന്നുള്ളതാണ് നമുക്ക് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഇവിടെ ഒരു ട്രയാങ്കിൾ നമുക്ക് കാണാനായിട്ട് പറ്റും, അല്ലേ. അവിടെ നമ്മൾ കോസ് തീറ്റ റിലേഷനാണ് എടുക്കുന്നത്. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ ആ റിലേഷൻ യൂസ് ചെയ്യുകയാണെങ്കിൽ വി ക്യാൻ കാൽക്കുലേറ്റ് വാട്ട് ഈസ് ദ
വെർട്ടിക്കൽ ഡിസ്റ്റൻസ് അല്ലെങ്കിൽ വെർട്ടിക്കൽ ഹൈറ്റ് ഓഫ് സെൻട്രൽ ഹെയർ. അപ്പോൾ കിട്ടുന്നത് എച്ച് കോസ് തീറ്റ എന്നാണ് കിട്ടുന്നത്. അതേപോലെ തന്നെ ആ ട്രയാങ്കിളിൻ്റെ ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ്, അതായത് പി ഡാഷ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് കിട്ടുന്നത് ഇഫ് യു ആർ ടേക്കിംഗ് എ സൈൻ റിലേഷൻ. അപ്പോൾ സൈൻ തീറ്റ ഈസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ യു ഗെറ്റ് ഇറ്റ് ആസ് ദാറ്റ് ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു എച്ച് സൈൻ തീറ്റ എന്ന് നമുക്ക് കിട്ടും. നെക്സ്റ്റ് വി നീഡ് ടു നോ വാട്ട് ഇസ് എ ഡിസ്റ്റൻസ് അല്ലേ, ടോട്ടൽ ഡിസ്റ്റൻസ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ വി ഹാവ് ടു കൺസിഡർ അനദർ ട്രയാങ്കിൾ നമ്മൾ കൺസിഡർ ചെയ്യാണ്. ഞാനിവിടെ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട് ആ ട്രയാങ്കിൾ. അപ്പോൾ ആ ട്രയാങ്കിളുടെ എഗെയിൻ തീറ്റ വെച്ചിട്ട് കോസ് തീറ്റ റിലേഷനാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. ആൻഡ് ഹിയർ ദ ഹൈപ്പോട്ടന്യൂസ് വാല്യൂ ഇസ് എൽ. So you get the horizontal distance between T, that is instrument, and B, central hair വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എൽ കോസ് തീറ്റ എന്ന് നമുക്ക് കിട്ടി. സോ ക്യാപിറ്റൽ ഡി ആണ് നമുക്ക് അറിയേണ്ടത്. അപ്പോൾ ക്യാപിറ്റൽ ഡി ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? എൽ കോസ് തീറ്റ പ്ലസ് എച്ച് സൈൻ തീറ്റയാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഇൻസ്ട്രുമെൻറ്റ് ടു ദ സ്റ്റാഫ് എന്ന് പറയാനായിട്ട് പറ്റും. സിൻസ് ദ സ്റ്റാഫ് എന്ന് പറയുന്നത് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് കൊളിമേഷൻ, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ലെങ്ത്തിൻ്റെ ഇക്വേഷൻ എഴുതാം. എൽ ഇസ് ഈക്വൽ ടു എഫ് ബൈ ഐ ഇൻറ്റു എസ് പ്ലസ് എഫ് പ്ലസ് ഡി ആണ് അല്ലേ. പക്ഷേ എൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ഡിക്ക് ഈക്വൽ അല്ല. ഇവിടെ ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത് എന്താണ്? എൽ കോസ് തീറ്റ പ്ലസ് എച്ച് സൈൻ തീറ്റയാണ് ക്യാപിറ്റൽ ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഇക്വേഷനിൽ വി ആർ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദ വാല്യൂ ഓഫ് എല്ലിൻ്റെ വാല്യൂ നമ്മൾ ഈ ഡിയുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നതാണ് എഫ് ബൈ ഐ ഇൻറ്റു എസ് കോസ് തീറ്റ പ്ലസ് എഫ് പ്ലസ് ഡി കോസ് തീറ്റ പ്ലസ് എച്ച് സൈൻ തീറ്റ എന്നുള്ള വാല്യൂ. Similarly, the vertical distance V is equal to L sin theta. But here also we have to substitute the value of L. So we get it as F by I into S sin theta plus F plus D sin theta എന്ന് നമുക്ക് കിട്ടും. The next is we need to calculate what is the reduced level of staff station P. So which is equal to reduced level of the instrument axis പ്ലസ് വെർട്ടിക്കൽ ഡിസ്റ്റൻസ് മൈനസ് എച്ച് കോസ് തീറ്റയാണ് നമ്മുടെ റെഡ്യൂസ്ഡ് ലെവൽ ഓഫ് സ്റ്റേഷൻ പി എന്ന് പറയുന്നത്. ഫിഗറിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ക്ലിയർ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. നെക്സ്റ്റ് വരുന്ന കേസാണ് ആംഗിൾ ഓഫ് ഡിപ്രഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ ആംഗിൾ എന്ന് പറയുന്നത് ഡിപ്രഷനിലാണ്. ദെൻ നമ്മുടെ സ്റ്റാഫ് എന്ന് പറയുന്നത് ഇസ് ഹെൽഡ് പെർപെൻഡിക്കുലർ ടു ദ ലൈൻ ഓഫ് സൈറ്റ് അല്ലെങ്കിൽ ഇൻക്ലൈൻഡ് അറ്റ് ദ സ്റ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നേരത്തെ കേസിൽ നിന്നും ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഇവിടെ ആക്ച്വൽ ലെങ്ത് എന്ന് പറയുന്നത് എൽ എന്ന് പറയുന്നത് ടോട്ടൽ ഡിസ്റ്റൻസിനേക്കാളും കൂടുതലാണ് വരുന്നത്. സോ ലൈക്ക് ദ പ്രീവിയസ് മെത്തേഡ് ലിറ്റിൽ ഡിഫറൻസ് ഇസ് ദെയർ. ദ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് വിൽ ബി ഈക്വൽ ടു എൽ കോസ് തീറ്റ മൈനസ് എച്ച് സൈൻ തീറ്റയാണ്. എങ്ങനെയാണ് എൽ കോസ് തീറ്റ ആൻഡ് എച്ച് സൈൻ തീറ്റ വന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. കൺസിഡർ ദിസ് ട്രയാങ്കിൾ, സ്മോൾ ട്രയാങ്കിൾ. ഇപ്പോൾ അവിടെ ഉണ്ടാക്കിയിരിക്കുന്ന ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. വി നീഡ് ടു ഫൈൻഡ് വാട്ട് ഇസ് ദിസ് സ്മോൾ ഡിസ്റ്റൻസ് അല്ലേ. അപ്പോൾ നമ്മൾ എടുക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ഇസ് കോസ് റിലേഷൻ. കോസ് റിലേഷൻ എടുക്കുന്ന സമയത്ത് എന്താണ്? കോസ് തീറ്റ ഇസ് ഈക്വൽ ടു അഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ്. വി നോ ദാറ്റ് ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് ഈ കേസിൽ എച്ച് ആണ്. സോ അതിൻ്റെ ഓൾട്ടിറ്റ്യൂഡിന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എച്ച് കോസ് തീറ്റയാണ്. സിമിലർലി ഇപ്പോൾ നമ്മൾ സൈൻ തീറ്റ റിലേഷനാണ് എടുക്കുന്നതെങ്കിൽ എന്താണ് കണ്ടീഷൻ? ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് ആണ്. സോ വി നീഡ് ടു നോ വാട്ട് ഇസ് ദ ഓപ്പോസിറ്റ് സൈഡ് ഡിസ്റ്റൻസ് അല്ലേ. ഈ ചെറിയ പി ഡാഷ് എന്ന് പറഞ്ഞ ഡിസ്റ്റൻസ് ആണ് അറിയേണ്ടത്. സോ സൈൻ തീറ്റ ഇസ് ഈക്വൽ ടു ഓപ്പോസിറ്റ് സൈഡ് ദാറ്റ് ഇസ് പി ഡാഷ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ടന്യൂസ് എന്ന് പറയുന്നത് എച്ച് ആണ്. സോ ദ സ്മോൾ ഡിസ്റ്റൻസ് ബിക്കം എച്ച് സൈൻ തീറ്റ. അതേപോലെ now let's consider the bigger triangle which makes theta with the line of axis. അപ്പോൾ ഇവിടെ നമ്മൾ എടുക്കുന്ന സമയത്ത് we can take cos relation. cos theta is equal to adjacent side by hypotenuse ആണ്. So we get the adjacent side as L cos theta. So the total distance capital D becomes എന്താണ്? L cos theta minus H sin theta ആയിരിക്കും നമ്മുടെ ക്യാപിറ്റൽ ഡി എന്ന് പറഞ്ഞ ടോട്ടൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. Again, so we can write L is equal to F by I into S plus F plus D ആണ് നമുക്കറിയാം. Then again we are substituting this L value on our distance D. Okay, so F by I into S into cos theta plus F plus D cos theta എന്നാണ് വരുന്നത് മൈനസ് H sin theta. Okay,
And we know that the vertical distance v is equal to എന്താണ് L sin theta ആണ്. So again substituting the value of L on this equation, we get it as v is equal to f by I into s sin theta plus f plus t sin theta എന്നാണ് നമുക്ക് കിട്ടുന്നത്. And we can find what is the reduced level of P അല്ലേ. reduced level of P എന്ന് പറഞ്ഞാൽ എന്താണ് reduced level of the staff അല്ലേ, which is equal to reduced level of the instrumental axis minus the vertical distance and minus h cos theta. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ we can calculate what is the reduced level of the staff. സോ നമ്മളിവിടെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിക്സഡ് ഹെയറിൻ്റെ 3 കേസസ് ആയിരുന്നു. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹൊറിസോണ്ടൽ കേസായിരുന്നു, അതായത് ലൈൻ ഓഫ് സൈറ്റ് ഹൊറിസോണ്ടൽ ആൻഡ് ഹെൽഡ് വെർട്ടിക്കൽ. രണ്ടാമത്തെ കേസ് എന്ന് പറയുന്നത് ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആൻഡ് സ്റ്റാഫ് ഹെൽഡ് വെർട്ടിക്കൽ എന്നുള്ളൊരു കേസും. മൂന്നാമത് നമ്മൾ ഡിസ്കസ് ചെയ്തത് ലൈൻ ഓഫ് സൈറ്റ് ഇൻക്ലൈൻഡ് ആൻഡ് സ്റ്റാഫ് ഇസ് നോർമൽ ടു ദ ലൈൻ ഓഫ് സൈറ്റ് എന്നുള്ള 3 കേസസ് ആണ് ഡിസ്കസ് ചെയ്തത്.